ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്തവണത്തെ ദീപാവലി ജയ്പൂരായിരുന്നു. അപ്പോൾ ദീപാവലി ദിവസം ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിറ്റി മാർക്കറ്റിലേക്കൊന്ന് നടന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ചകളാണിത്. മാർക്കറ്റിൻ്റെ റോഡുകൾ കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുക കേട്ടോ. വലിയ വാഹനങ്ങളൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കതിൽ നടക്കാൻ സുഖമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത്, ലേഡീസൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചിരാതൊക്കെ കത്തിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. ക്ഷേത്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീരാമനും ഹനുമാനും ഒക്കെ ആയിരുന്നു പ്രതിഷ്ഠ. സ്ത്രീകളൊക്കെ ആണെങ്കിലും കൂടുതലും ഓറഞ്ച് യെല്ലോ കളറ് ഡ്രസ്സ് സാരീസൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഇത് താമരയുടെ മൊട്ട് ആണ് ഇതിൻ്റെ. എനിക്ക് തോന്നുന്നു ഇത് പ്രത്യേകതയുണ്ട് ദീപാവലിക്ക് ഇന്ന്. അവിടെ ഒത്തിരി സെയിൽ നടക്കണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വീറ്റ്സിൻ്റെ കടകൾ, എന്തുമാത്രം സ്വീറ്റ്സാന്ന് നോക്കിയിട്ട് ഞങ്ങൾ എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഗുലാബ് ജാം മാത്രമേ ഞങ്ങൾ മേടിച്ചുള്ളൂ കേട്ടോ. ഒത്തിരി കാണുമ്പോൾ നമുക്ക് എന്തോ കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഗുലാബ് ജാം, ബ്ലാക്ക് ഗുലാബ് ജാമും ഉണ്ടായിരുന്നു, നോർമൽ ഗുലാബ് ജാമും ഉണ്ടായിരുന്നു. അത് വാങ്ങി ടേസ്റ്റ് ചെയ്തു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ കടകൾ, പിന്നെ ലസ്സി ഷോപ്പും അതിൻ്റെ ഇടയിൽ കണ്ടു കേട്ടോ. ലസ്സി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിടില്ല. അങ്ങനെ ലസ്സിയൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഓരോ കടയിലും ഓരോ ടേസ്റ്റായിരുന്നു ലസ്സിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നു, ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ക്രാക്കേഴ്സൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കായിരുന്നു കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നുകൊണ്ട് ആൾക്കാർ ഈ ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ബോയ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചായിരുന്നു കേട്ടോ. ഈ ക്രാക്കേഴ്സ്, ഇങ്ങനെ കുഞ്ഞ് ക്രാക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ ദേഹത്തൊക്കെ വന്ന് വീണായിരുന്നു കേട്ടോ. പേടിച്ചു പോയി ഞങ്ങൾ. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വഴിയുടെ നടുക്ക് തന്നെ ക്ഷേത്രങ്ങളാട്ടോ അവിടെയൊക്കെ. അതിനിടയിൽ ഒരു ക്ഷേത്രവും കൂടി കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ തൊഴാനായിട്ട് കയറിയിട്ടോ. ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു വലിയ ക്ഷേത്രമായിരുന്നു കേട്ടോ. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും പ്രതിഷ്ഠയായിരുന്നു അവിടെ. എല്ലായിടത്തും ഇതുപോലെ ചിരാതാട്ടോ. ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ഒരു ഫെസ്റ്റിവലാണല്ലോ. അപ്പോൾ എവിടെ നോക്കിയാലും ദീപാലങ്കാരങ്ങളായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ പിക്ചർ ഒക്കെ ആയിരുന്നു അവിടെ ചെയ്തിരുന്നത്. പിന്നെ താഴെയൊക്കെ ടൈലുകളൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു കേട്ടോ. ആളുകളൊക്കെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രതിഷ്ഠയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ സമ്മതിക്കുമോ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ? പക്ഷേ അവിടെ ഇതിനൊന്നും എന്താ പറയുക, സ്ട്രിക്റ്റ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഓട്ടോ കയറിയിട്ടോ. സൂപ്പർ ഓട്ടോ ആട്ടോ, ബാറ്ററിയുടെ ഓട്ടോയായിരുന്നു എന്ന് തോന്നുന്നു. കുലുങ്ങി കുലുങ്ങി ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലെത്തി. അവിടെ ചെന്നപ്പോഴതാ ഹോട്ടലിലെ സ്റ്റാഫും ഗസ്റ്റുകളും ഒക്കെ കൂടി ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വിസ്മയം അതിൻ്റെ ഒപ്പം കൂടിയായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ദീപങ്ങളുടെ അലങ്കാരങ്ങളും ഇതുപോലെയുള്ള ക്രാക്കേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും പേടിയാട്ടോ ഈ കമ്പിത്തിരി പോലും പിടിക്കാനായിട്ട്. ഞാൻ പറ്റിയ വടിയിൽ കുത്തിക്കയറ്റിയിട്ടൊക്കെ ആയിരിക്കും പിടിക്കണത്. എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയാണ്. പടക്കമായാലും അതെ, പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അകത്തും അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൽ ചെന്നപ്പോൾ സർപ്രൈസ് ആയി പോയിട്ടോ. അവിടെയും സ്വീറ്റ്സ് വെച്ചേക്കണു ദീപാവലി സ്പെഷ്യലായിട്ട്.